അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ താരീഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാഠപുസ്തകം മാറിയതിന് ശേഷം സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പാദവാർഷിക പരീക്ഷ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിപ്പിക്കാം. അഫ്ഷുസ്സലാമ, അതിൻ്റെ ആൻസർ സലാം വ്യാപിപ്പിക്കൽ. അത്വഇമു ത്വാമ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആൻസറും ഭക്ഷണം സ്വതക്ക ചെയ്യൽ. സുലുൽ അർഹാമ, കുടുംബ സന്ദർശനം. 4 അൽ മുഹാജിറൂന, മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? മക്കയിൽ നിന്ന് വന്നവർ, ഹിജറ പോയവർ. അൽ അൻസ്വാർ, അൻസ്വാർ എന്നാൽ സഹായിച്ചവർ. അൻസ്വാർ എന്നാരാ? മദീനയിൽ സ്വീകരിച്ചവർ, നബിയെയും കൂട്ടരെയും സഹായിച്ചവർ, അവർക്കാണ് അൻസ്വാർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ആൻസർ. അടുത്തത് ഉത്തരം എഴുതാം. ബദറിൽ തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണം അടച്ചു മോചിതരായി. മറ്റുള്ളവർ എങ്ങനെയാണ് മോചിതരായത്? കുറച്ച് ആളുകൾ, പണമുള്ള ആളുകൾ പണം അടച്ചുകൊണ്ട് മോചിതരായി. മറ്റുള്ള ആളുകൾ അങ്ങനെ മോചിതരായത് 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും അവർ മോചിതരായി. ആ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചിട്ടാണ് മറ്റുള്ളവർ മോചിതരായത്. അടുത്തത്, ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് എന്താണ് ദുആ ചെയ്തത്? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളുമുണ്ടാകില്ല. അതാണ് ദുആ ചെയ്തത്. 3, സ്വഹാബികളുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്വഹാബികളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തൃപ്തിയും ദീനിൻ്റെ ഇസ്സത്തുമായിരുന്നു സ്വഹാബികളുടെ ലക്ഷ്യം. അടുത്തത്, മദീനയിലെ പ്രധാന ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം? പ്രധാന ജൂത ഗോത്രങ്ങളാണ് ഔസ്, ഖസ്റജ്, അതുപോലെ തന്നെ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. 5 ഗോത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് എഴുതുക. അടുത്തത്, ആര് ആരോട് പറഞ്ഞു? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇത് ആര് ആരോടാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. 2, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ഇത് ആര് ആരോടാ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന നിവാസികളോട് പറഞ്ഞു. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, 2 വീതം എഴുതാം. 2 എണ്ണം എഴുതാനുള്ളതാണ്. അതിലൊന്ന്, മദീന പള്ളി നിസ്കാരത്തിന് പുറമെ ഉപയോഗപ്പെടുത്തിയ മറ്റു കാര്യങ്ങൾ. മസ്ജിദുൻ നബവി നിസ്കാരത്തിനല്ലാതെ മറ്റു എന്തെല്ലാം കാര്യത്തിനാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്? അത് 2 കാര്യം എഴുതാനുള്ളതാണ്. അതിൽ ഒന്ന്, വിജ്ഞാന കേന്ദ്രം, അതുപോലെ തന്നെ കോടതി, കൂടിയാലോചനാ ഭവനം, പ്രതിനിധി സംഘങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മദീന പള്ളി ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. 2, അൻസ്വാറുകൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയ കാരണത്താലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിച്ചത്? നേട്ടങ്ങളാണ്: 1, പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലും സ്നേഹവും, പരസ്പരം സ്നേഹവും വ്യാപിച്ചു. അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. അടുത്തത്, മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം? മദീന കരാറ് കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങൾ:
ഒന്ന്, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. രണ്ടാമത്തേത്, നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. മൂന്നാമത്തേത്, ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിച്ചു. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതാം. അടുത്തത് അർത്ഥം എഴുതാം. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ല ഐഷുൽ ആഖിറത്തി ഫഗ്ഫിർ ലിൽ അൻസ്വാരി വൽ മുഹാജിറത്തി. ഇതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസ്വാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അതാണ് അതിൻ്റെ അർത്ഥം. ആറാമത്തത്, കള്ളികൾ പൂർത്തിയാക്കി എഴുതാം. ബദർ യുദ്ധത്തെക്കുറിച്ചാണ്. ബദർ യുദ്ധം നടന്ന തീയതി റമദാൻ 17. മുസ്ലിംകളുടെ എണ്ണം 313. ശത്രുക്കളുടെ എണ്ണം 1000. ശുഹദാക്കൾ, ഷഹീദായവർ 14. കൊല്ലപ്പെട്ട ശത്രുക്കൾ 70. അടുത്തത് യോജിപ്പിക്കാം. ജൂതപണ്ഡിതൻ്റെ പേരാണ് അബ്ദുല്ലാഹിബിൻ സലാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദര ബന്ധം പുലർത്തിയില്ലേ, അതിലുള്ള സഹോദരൻ അൻസ്വാരിയായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. 3, മദീനയിൽ പള്ളി പണിയാനുള്ള സ്ഥലത്തിൻ്റെ പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച വീട് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. അത് യോജിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.